എപ്പോഴെങ്കിലും നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറവായ കാരണം നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് ധനകാര്യ സ്ഥാപനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു ബാങ്ക് ലോൺ തരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്ന ഒരു വസ്തുതയാണ്. ക്രെഡിറ്റ് സ്കോറുമായിട്ട് ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഈ അടുത്ത കാലത്ത് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോൾ പരിഗണിക്കുന്നത്. ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ബാങ്കുകളും NBFCകളും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് യൂസ് ചെയ്യണമെന്നും ആ ഫോർമാറ്റിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടേംസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത് പല ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കസ്റ്റമേഴ്സിന് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് ഈ ഫോർമാറ്റിൽ തന്നെ കുറച്ച് അഡീഷണൽ ഫീൽഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് പർപ്പസ് ഓഫ് ലോൺ, എന്ത് പർപ്പസിന് ആണ് നിങ്ങൾ ലോൺ എടുത്തത് എന്നുള്ളതും ആ ലോണിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും. പർപ്പസ് ഓഫ് ലോണിൽ ഈ പറഞ്ഞ മാതിരി ഷോർട്ട് ടേം പേഴ്സണൽ ലോൺസ്, പ്രയോറിറ്റി സെക്ടർ ഗോൾഡ് ലോൺസ്, ഇങ്ങനെയുള്ള ചില കാറ്റഗറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തിന് ലോൺ എടുത്തു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ധനകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള ലോണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവിടെയും ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് റീസ്ട്രക്ചർ ചെയ്തിട്ടുള്ള ലോൺസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോവിഡിൻ്റെ ഭാഗമായിട്ട് റീസ്ട്രക്ചർ ചെയ്ത ലോൺസ് ഉണ്ടെങ്കിൽ, അല്ലാതെ റീസ്ട്രക്ചർ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ലോൺസ് ഉണ്ടെങ്കിൽ, സെറ്റിൽ ചെയ്തിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ലോൺസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പല കാറ്റഗറീസും കൂടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, ലോണിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന കുറച്ച് ഫീൽഡുകളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ലോണിൻ്റെ കൃത്യമായ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സഹായിക്കും. ഒപ്പം തന്നെ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോണിൻ്റെ പൊസിഷൻ വ്യക്തമായിട്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അത് നിങ്ങളെയും സഹായിക്കും. അതേപോലെ റിപ്പോർട്ടിംഗ് ഫ്രീക്വൻസിയിലും റിസർവ് ബാങ്ക് ഒരു ചേഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേവരെ മാസത്തിലൊന്നാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസിന് ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ഈ ക്രെഡിറ്റ് റിപ്പോർട്ട് അയച്ചിരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡേറ്റ അയച്ചിരുന്നതെന്നുണ്ടെങ്കിൽ, ഇനി മുതൽ മാസത്തിൽ 2 ദിവസം എല്ലാ ഫോർട്ട് നൈറ്റിലും ഈ ഡേറ്റ സബ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങളുടെ ഡേറ്റ കുറച്ചും കൂടെ ലൈവായിട്ട് കറണ്ടായിട്ടുള്ള ഒരു ഡേറ്റ കിട്ടാനും അതിൻ്റെ ബേസ് ചെയ്തിട്ട് അനാലിസിസ് നടത്താനും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സാധിക്കും. ഇനി മുതൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റിൽ ചെയ്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് ആ ലോൺ സെറ്റിൽ ചെയ്തത് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കസ്റ്റമറും ബാങ്കുമായിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ട്, ഇൻട്രസ്റ്റിൻ്റെയോ പെനാൽറ്റിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ട് ആ ഡിസ്പ്യൂട്ടുള്ള എമൗണ്ട് മാത്രമാണ് കസ്റ്റമർ അടയ്ക്കാത്തതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ ഡിസ്പ്യൂട്ടഡ് ആയിട്ട് വേണം കാണിക്കാൻ, അത് സെറ്റിൽഡ് ആയിട്ട് കാണിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ മാർഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കസ്റ്റമേഴ്സിന് സഹായകരമാകുന്ന ഒരു നിർദ്ദേശമാണ്. പല കേസുകളിലും ഈ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ആ ഡിസ്പ്യൂട്ടഡ് എമൗണ്ട് കസ്റ്റമർ അടയ്ക്കാണ്ടിരിക്കുമ്പോൾ അത് റൈറ്റ് ഓഫ് ആയിട്ട് പല ധനകാര്യ സ്ഥാപനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനൊരു നിർദ്ദേശം RBI ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ, ഒരു കസ്റ്റമറുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലുള്ള ഏതെങ്കിലും ഇൻഫർമേഷൻ കസ്റ്റമർ ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അടച്ച ലോൺ അടച്ചില്ല എന്ന് സ്ഥാപനം റിപ്പോർട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ടുള്ള ലോൺ ഡിസ്പ്യൂട്ടറായിട്ട് കാണിക്കാതെ റൈറ്റ് ഓഫ് ആയിട്ട് ബാങ്ക് കാണിക്കുകയോ, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തതായിട്ട് ധനകാര്യ സ്ഥാപനം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ, അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് സംബന്ധമായിട്ടുള്ള ഡേറ്റ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എടുക്കുമ്പോൾ ആ ഒരു ഡേറ്റ നിങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്തു എന്ന് കാണിക്കണം എന്ന് RBIയുടെ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് കസ്റ്റമർ ഇത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഒരു കമൻറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേവരെ ധനകാര്യ സ്ഥാപനങ്ങൾ പറയുന്നത് മാത്രമാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇനി മുതൽ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ അറിയിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു നിർദ്ദേശം വഴിക്ക് RBI കൊണ്ടുവരികയാണ്. ഇത് ഒരുപാട് കസ്റ്റമേഴ്സിന് സഹായകരമാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരു
കൊല്ലത്തിൽ, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു കലണ്ടർ ഇയർ, ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഒരു കലണ്ടർ ഇയറിൽ ഓരോ കസ്റ്റമർക്കും ഒരു ഫ്രീ ഫുൾ ക്രെഡിറ്റ് റിപ്പോർട്ട് കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് RBI പറയുന്നുണ്ട്. ഈ ഫ്രീ ഫുൾ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കസ്റ്റമേഴ്സിന് ഉണ്ടായിരിക്കും. ആൻഡ് അത് ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ എവിടെയാണ് ഈ റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് കസ്റ്റമേഴ്സിന് കിട്ടും. മറ്റൊരു പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ഒരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചിട്ടൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എവിടെ ഉദ്ബോധിപ്പിക്കണമെന്നും എത്ര നാൾ കൊണ്ടത് സെറ്റിൽ ചെയ്യണമെന്നും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ RBI കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ധനകാര്യ സ്ഥാപനമായിട്ട് മാത്രമാണ് ട്രാൻസാക്ഷൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാതി ആ ധനകാര്യ സ്ഥാപനത്തിലോ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിയിലോ കൊടുക്കാം. അതേസമയം ഒന്നിലധികം ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാതി ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിയിലേക്കാണ് കൊടുക്കേണ്ടത്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിയിലേക്ക് പരാതി കൊടുത്താലോ ആ ക്രെഡിറ്റ് സ്ഥാപനത്തിലേക്ക് പരാതി കൊടുത്താലോ ഈ പരാതികൾ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കി കസ്റ്റമറെ തീരുമാനം അറിയിക്കണം എന്നാണ് RBI നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കാരണവശാൽ 30 ദിവസം കൊണ്ട് തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തീരുമാനം കസ്റ്റമറെ അറിയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തേക്കും 100 രൂപ പെനാൽറ്റി കൊടുക്കണം എന്നും RBI വളരെ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നിർദ്ദേശമുള്ള സ്ഥിതിക്ക് കസ്റ്റമറുടെ കംപ്ലൈൻറ്റുകൾ വളരെ പെട്ടെന്ന് റിസോൾവ് ആയിട്ട് കസ്റ്റമർക്ക് ഒരു തീരുമാനം കിട്ടുവാൻ ഈ നിർദ്ദേശങ്ങൾ ഡെഫിനറ്റ്ലി സഹായിക്കും. ഇത് ഒരുപാട് നാളായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പരാതി പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു നിർദ്ദേശത്തോട് കൂടിയിട്ട് ആ ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം കുറേയും കൂടെ സ്ട്രോങ് ആവും എന്ന് വേണം വിചാരിക്കാൻ. മറ്റൊരു പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു കസ്റ്റമറുടെ ലോണിൽ ഡിഫോൾട്ട് ഉണ്ട് എന്ന് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കസ്റ്റമറുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ ബാങ്കിൽ അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫോൾട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന കാര്യം കസ്റ്റമറെ അറിയിക്കണം എന്ന് RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി അപ്പോൾ തന്നെ ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ട് കസ്റ്റമർക്ക് ആ ലോണിലെ ഡിഫോൾട്ട് ക്ലിയർ ചെയ്യാൻ ഇത് വളരെ സഹായകരമായിരിക്കും. 2 ആഴ്ച കൂടുമ്പോൾ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന സിസ്റ്റം വരുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന ഡിഫോൾട്ട്സ് ക്ലിയർ ചെയ്യുന്നത് അടുത്ത റിപ്പോർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടാനും അത് സഹായിക്കും. ഒപ്പം കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് ലോഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റിൻ്റെ സ്റ്റാറ്റസും ഈ പറഞ്ഞ മാതിരി കസ്റ്റമർക്ക് ഇമെയിലായിട്ടും SMS ആയിട്ടും അയക്കണം എന്ന് RBI നിർദ്ദേശിക്കുന്നുണ്ട്. വേറെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം RBI വെച്ചിട്ടുള്ളത് ഒരു ഡാറ്റ ക്വാളിറ്റി ഇൻഡെക്സ്. ഓരോ ധനകാര്യ സ്ഥാപനവും റിപ്പോർട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഒരു ഡാറ്റ ക്വാളിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് അനലൈസ് ചെയ്യും എന്നാണ്. ഇത് ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സിന് വളരെ സഹായകരമാകുന്ന ഒരു കാര്യമാണ്. കാരണം റിപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റിയും വേണ്ട ഫീൽഡുകളുണ്ട് എന്നുള്ളതും കംപ്ലീറ്റ്നെസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കാൻ ഈ ഒരു ഡാറ്റ ക്വാളിറ്റി ഇൻഡെക്സ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നതോട് കൂടിയിട്ട് നിർബന്ധിതരായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ RBI ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ ക്രെഡിറ്റ് റിപ്പോർട്ടുമായിട്ട് സംബന്ധിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസിനും RBI കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ കസ്റ്റമേഴ്സിന് വളരെ സഹായകരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനും എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റുന്നതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനും ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് റിഡ്രസ് ചെയ്തെടുക്കാനും നിങ്ങളുടെ ഭാഗം കൂടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ചേർക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ കിട്ടുന്നുണ്ട്.